ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ദാലും പാലക്കും കൂടി ഇട്ട് നല്ലൊരു കറിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് ഇത്. നമുക്ക് പച്ചരിച്ചോറിൻ്റെ കൂടെ വളരെ നല്ല ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. ആരോഗ്യ ഗുണവും സ്വാദും ഒന്നുപോലെ ഒത്തിണങ്ങിയ നല്ലൊരു കറിയാണിത്. ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് 3 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ വെള്ളം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ ഒഴിച്ചു കൊടുക്കാം. വെയിറ്റിട്ട് നമുക്കത് കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങ എടുക്കാമേ. ഫ്രഷായിട്ട് ചെറുകിയ തേങ്ങ ഒരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 85-90% കുക്കായാൽ മതി കേട്ടോ. ചെറിയ തരിയുള്ളത് നല്ലതാണ്. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കിലോ പാലക്കും ചേർക്കണേ. പാലക്കും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരുപാട് പാലക്കാണെന്ന് തോന്നും. പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അതങ്ങ് ഒതുങ്ങും. പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് 1 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം വലിപ്പത്തിലുള്ള ഒരു ടൊമാറ്റോ കൂടെ അരിഞ്ഞ് ഇതിനൊപ്പം ചേർത്തിട്ട് ഒന്നുകൂടെ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ ഒന്ന് മൂടി കുക്ക് ചെയ്യണേ. വെയിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാലോ, പാലക്ക പെട്ടെന്ന് അങ്ങ് വെന്തോളും. ഇപ്പോൾ ഇതേ പാലക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർക്കാനുള്ളത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത്, അത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് മൊത്തം ഒരു 1/2 കപ്പേ കാണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇനി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ. ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ആ എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലോട്ട് 2 കാശ്മീരി ചില്ലി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 5-8 കൊച്ചുള്ളി മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പം നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലക്ക് കറി റെഡി. അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരു 1-2 പപ്പടം കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് തൃപ്തിയായിട്ട് ചോറുണ്ണാനായിട്ട്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അതുപോലെ പൂരിയുടെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായോ എന്ന് എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്